അസ്സലാമലൈക്കും. നമ്മളെ ഇന്ന് കുടിവെച്ചാണ് എല്ലാവരും നോമ്പൊക്കെ പരിപാടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുന്ന ഇതാക്കി കൈ പൊക്കി. പിന്നെ നാളെ വെള്ളിയാഴ്ച, നാളെ ആരൊക്കെയുള്ളത്? ഞാൻ ഉണ്ടേതായാലും വേറെ എല്ലാവർക്കും പറയും. ഇന്ന് നാളെ ഉണ്ടാക്കാൻ പോയേ ഞാൻ റെഡിയാണ്. പൂജ റെഡിയല്ലേ? റെഡിയാണ് അറിയണ്ടല്ലോ. ഞങ്ങൾ റെഡിയാണ്. നാളെ സെറ്റാക്കാം. സുറമായി ഉണ്ട്. മറ്റേതൊക്കെ എന്നാ ചോദിച്ചേക്കാം. സുറമായി ഇട്ടൊക്കെ ഉള്ളൂ. സുറമായി ഉണ്ട്. അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ തറവാട്ടിലാട്ടോ നോമ്പ് തുറട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തലേന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, മുന്നേ മെസ്സേജ് കണ്ടില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ഡേയ്സ് ഒന്നും നീട്ടി വെച്ചിട്ടില്ല. നാളെ തന്നെ ചെയ്യാറുണ്ട്. നാളെ തന്നെ പ്ലാൻ ഇട്ട് ചെയ്തേ. അപ്പോൾ ഞാൻ എന്നെ ഓഫീസിൽ നിന്ന് ഷിബി വന്ന് പിക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ഒതുക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ പിന്നെ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാനും അവളും കൂടി പോയി ഓർഡർ ചെയ്താട്ടോ. ഫുഡൊക്കെ ഒന്ന് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പ്ലേറ്റും ഗ്ലാസും കാരൊക്കെ ഉണ്ടായിരുന്നു നോമ്പറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചാട്ടോ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നോമ്പല്ലേ, ഇനിയിപ്പം ആർക്കും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ആക്കിയതായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ തറവാട്ടിൽ കൊണ്ടുവച്ച് പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോയിട്ടോ. അവിടുന്ന് കുറച്ച് പോകാനുള്ളേ. പിന്നെ ഞാൻ പിന്നെ വേഗം ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാനും മോളും ഉമ്മയും കൂടി നേരെ ഓട്ടോക്ക് വെയിറ്റ് ചെയ്തിട്ടോ. ഓട്ടോ പിന്നെ വന്ന് നേരെ ഞങ്ങൾ ഒരു 5:45 തറവാട്ടിലെത്തി നേരെ. അപ്പോൾ നേരെ എത്തിയപ്പോൾ അവിടെ ഒരാൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിട്ട് ഇതിൻ്റെ സ്പോൺസർ, ഫുഡിൻ്റെ സ്പോൺസർ ആളാണ് എൻ്റെ കാക്കേട്ടത്. പിന്നെ രണ്ടാമത്തെ കാക്കല്ലേ നമ്മൾ ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്തില്ലേന്നോ, ആളെ ഞങ്ങൾ കാർപ്പറ്റ് വാങ്ങിക്കാൻ വിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് കാർപ്പറ്റൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങൾ മുറ്റത്ത് ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. മുറ്റത്ത് കംപ്ലീറ്റ് ആയിട്ടാണ്ട് വിരിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കാം. എന്നാൽ പിന്നെ നല്ല സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ള പ്ലാനായിരുന്നേ. അതൊക്കെ സെറ്റ് ചെയ്തിട്ടോ ഞങ്ങൾ വേഗമായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പേരക്കുട്ടികളും പിന്നെ കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ അങ്ങനെ ഫ്രണ്ടിലിരുന്നത്. എൻ്റെ ഉമ്മയും മൂത്തന്മാരൊക്കെ മൂത്താപ്പയൊക്കെ ഉള്ളിലായിരുന്നു കേട്ടോ. അവർക്ക് നിലത്ത് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ഞങ്ങൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് കുറേ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒക്കെ ബാലൻസ് ആയിരിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രമായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരു ജ്യൂസും ഗ്രേപ്പ് ജ്യൂസ് വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ ഒരു പൊരിക്കടി, സമൂസയും പിന്നെ ഫ്രൂട്ട്സും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ടിൽ നമ്മളത് തന്നെയായിരുന്നു, വാട്ടർ മെലൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നു കേട്ടോ ഫുഡൊക്കെ. ഇന്ന് നല്ല ജസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. എല്ലാ മക്കളും എൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും മാഷാ അല്ലാഹ് നല്ല രീതിയിൽ ചെറിയ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കുട്ടി മീൻസ് ആയിരുന്നു. അവളൊക്കെ റെഡിയായി നിൽക്കുന്നു, ഇങ്ങനെ ബാങ്ക് എടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാതും ഒരുമിച്ച് തന്നെ വെച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ പൊതുവേ അതിലുള്ള മിക്ക ആൾക്കാരും എന്താ വെച്ചാൽ ഫുഡ് കഴിച്ച് നമ്മൾ ആദ്യത്തെ സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കൽ. അപ്പോൾ പിന്നെ ഇത് അങ്ങനെ വേണ്ട. അപ്പോൾ എല്ലാവരും കൂടി എല്ലാതും ഒരുമിച്ചാണ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ബിരിയാണി എല്ലാതും ഒരുമിച്ച് അതിൻ്റെ കൂടെ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്താ പത്തിരി ഇല്ലാതെ എന്ത് നോമ്പ് എന്നുള്ളത്. പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കുകയായിരുന്നേ, അത് കിട്ടിയില്ല. അതെന്താ വെച്ചാൽ അത് ഉമ്മയും മൂത്തന്മാരൊക്കെ അവിടെ ഉള്ളിലാണ്, ഡൈനിങ് ഹാളിലല്ലേ നോമ്പ് ഇറക്കണം, അവരെടുത്തായിരുന്നു കേട്ടോ. അവർക്ക് വേണ്ടിയത് ഞങ്ങൾക്കാർക്കും പിന്നെ എൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞങ്ങളൊക്കെ പിന്നെ ചോറ് മതി എന്നുള്ള രീതിയിൽ അവിടെ പുറത്ത് തന്നെ ഇട്ടിരുന്ന് കഴിച്ചതായിരുന്നേ. പക്ഷേ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് നോമ്പ് തുറന്നു കേട്ടോ. പെട്ടെന്ന് ഉണ്ടായതാണെങ്കിലും എല്ലാം നല്ല പ്ലാൻ ചെയ്ത് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ ഒക്കെ ഇരുന്ന് ഞങ്ങളെ ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് എല്ലാവരുടെ ഒരുമിച്ച് കൂടിയതല്ലേ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടാന്നുള്ള രീതിയിൽ ജസ്റ്റ് എല്ലാവരുടെ ഒരുമിച്ചൊക്കെ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് നിസ്കരിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നേ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബാലൻസ് ചോറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൊണ്ടുപോകുന്ന രീതിയിൽ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ പിന്നെ മുത്താപ്പാൻ്റെ മോൻ തന്നെ എല്ലാവരും കവറിലും ആക്കി തന്നിട്ടോ. അതെനിക്ക് കിട്ടിയതാട്ടത്. ഞങ്ങൾക്ക് ഇനി അത്താഴത്തിന് പിന്നെ ഇത് മതിയല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളെ ഒരു നോമ്പ് തുറ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്നാൽ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.